ഹലോ, നമസ്കാരമുണ്ട്. വെൽക്കം ടു അജൈൽ മലയാളി. ഇന്നത്തെ വിഷയം സുരക്ഷയാണ്, സേഫ്റ്റി. ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ട് ഇപ്പോൾ ഏതാണ്ട് ഒരു മാസമായി. കാരണം അതിൻ്റെ ഇടയ്ക്ക് ഒക്ടോബർ 23 അമ്മ മരിച്ചു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നാട്ടിൽ പോവുകയും ഒക്കെ ഉണ്ടായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടല്ലോ വീണ്ടും വീഡിയോ ചെയ്യുക എന്നുള്ളത്. ബട്ട് ബാക്ക് ലൈഫ് മൂവ്സ് ഓൺ. യു ഹാവ് അതർ റെസ്പോൺസിബിലിറ്റീസ്, പേർപ്പസസ് ഇൻ ലൈഫ്. ആൻഡ് വിഷമം, ദുഃഖം, ഓർമ്മകൾ ഇതൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിലും നമ്മുടെ ജീവിതവുമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. മനുഷ്യൻ എന്നുള്ള രീതിയിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ കൂടിയാണ്. സുരക്ഷ, സേഫ്റ്റി എന്ന് പറയുന്ന സമയത്ത് പലപ്പോഴും നമ്മളെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ചിത്രം ഫിസിക്കൽ സേഫ്റ്റീനെ കുറിച്ചാണ്. അതായത് ഇപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് തൊപ്പി, അല്ലെങ്കിൽ ബൂട്ട്സ്, അതുമാതിരിയുള്ള വേഷങ്ങൾ, അതേപോലെ തന്നെ ബൈക്ക് ഓടിക്കുമ്പോൾ ഹെൽമെറ്റ്, സീറ്റ് ബെൽറ്റ്, കാർ ഓടിക്കുമ്പോൾ സീറ്റ് ബെൽറ്റ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിൽ വരിക. എപ്പോഴും ഫിസിക്കൽ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടാണ് സുരക്ഷ എന്ന് പറയുമ്പോൾ എപ്പോഴും ഫിസിക്കൽ സുരക്ഷ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുക. പക്ഷേ സൈക്കോളജിക്കൽ സേഫ്റ്റി എന്നുള്ളൊരു സംഭവമുണ്ട്. ഇപ്പം മെഷീനായിട്ടും മാനുവൽ ലേബറൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഫിസിക്കൽ ആക്ടിവിറ്റീസ് കൂടുതലുള്ള ജോലികളിൽ നിന്നും നോളേജ് വർക്കർ എന്നുള്ള ഇതിലേക്ക് ധാരാളം ആൾക്കാർ മാറിയിട്ടുണ്ട്. കമ്പ്യൂട്ടറിൻ്റെ യുഗത്തും അത് കഴിഞ്ഞിട്ടുള്ള സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ ധാരാളം ആൾക്കാരെ നോളേജ് വർക്കേഴ്സായിട്ട് കണക്കാക്കും. അവിടെ ഫിസിക്കൽ സേഫ്റ്റി വേണ്ടാന്നുള്ളതല്ല കേട്ടോ, അവിടെ ഫിസിക്കൽ സേഫ്റ്റി ആവശ്യമാണ് എന്നിരിക്കുമ്പോഴും അവിടെയും ബാക്കി എല്ലാ തൊഴിലിടങ്ങളിലും മാനസിക സുരക്ഷ, ഫിസിക്കൽ സേഫ്റ്റിക്ക് ഒപ്പം തന്നെ സൈക്കോളജിക്കൽ സേഫ്റ്റിയും കൂടെ ആവശ്യമായിട്ട് വരിക എന്നുള്ളതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു പുസ്തകം റീസെൻ്റ്ലി വായിക്കാൻ ചാൻസ് ഉണ്ടായി. അപ്പോൾ അത് ഞാൻ നിങ്ങളൊന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചു. ദ 4 സ്റ്റേജസ് ഓഫ് സൈക്കോളജിക്കൽ സേഫ്റ്റി എന്ന് പറഞ്ഞിട്ട് ടിമത്തി ക്ലാർക്കിൻ്റെ പുസ്തകമാണ്. ഇൻക്ലൂഷൻ ടു ഇന്നൊവേഷൻ. ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞാൽ ഉൾപ്പെടുത്തൽ, ഇന്നൊവേഷൻ എന്ന് പറഞ്ഞാൽ നവീകരണം, പുതിയ കാര്യങ്ങൾ. അത് ഇന്നൊവേഷൻ, പ്രോസസ്സിൻ്റെ ഇന്നൊവേഷൻ ആയിരിക്കാൻ മതി, അല്ലെങ്കിൽ പ്രോഡക്റ്റിൻ്റെ ഇന്നൊവേഷൻ ആയിരിക്കാൻ മതി, എന്തിൻ്റെയും ഒരു നവീകരിക്കുക എന്തെങ്കിലും ഒരു കാര്യം. അപ്പോൾ ഇൻക്ലൂഷനിൽ നിന്നും ഇന്നൊവേഷനിലേക്ക് എങ്ങനെയാണ് പോകുക എന്നുള്ളത്. പുസ്തകങ്ങളെ പറ്റിയിട്ട് സംസാരിക്കുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ, ഈ വീഡിയോയിൽ ചിലപ്പോൾ നമ്മൾ ചിത്രങ്ങൾ കാണിക്കുന്ന സമയത്ത് അത് മെനി ടൈംസ് പോഡ്കാസ്റ്റ് കേൾക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ കാണാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പോൾ 4 സ്റ്റേജുകൾ എന്താണെന്നുള്ളതിൽ കൂടെ ഐ വിൽ ജസ്റ്റ് ഷെയർ സം ഓഫ് മൈ തോട്ട്സ്, എക്സ്പീരിയൻസസ്. ആൻഡ് പുസ്തകം വായിക്കാൻ പറ്റുന്നവർ വായിക്കാൻ ശ്രമിക്കണം. അതിൽ 4 സ്റ്റേജ് ഉള്ളത് ഇൻക്ലൂഷൻ, സൈക്കോളജിക്കൽ സേഫ്റ്റിയാണ്. ആദ്യത്തേത് ഇൻക്ലൂഷനാണ്, പിന്നെ ലേണിംഗ് ആണ്, പിന്നെ കോൺട്രിബ്യൂഷനാണ്, പിന്നെ ചാലഞ്ചിങ് ആണ്. അപ്പോൾ അങ്ങനെ 4 ലെവൽ ഓഫ് സേഫ്റ്റിയാണ്. ഇൻക്ലൂഷൻ സേഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആൾക്കാരെ അദറിങ് ചെയ്യാതെ, മാറ്റി നിർത്താതെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യാം. നമ്മൾ അറിയാതെ പലപ്പോഴും ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കിയെന്ന് വെച്ചാൽ, നമ്മൾ വിചാരിക്കും നമ്മളെല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ ചെയ്യാന്നുള്ളത്. പലപ്പോഴും ചിലപ്പോൾ നമ്മൾ അറിയാതെ തന്നെ ആൾക്കാരെ അകറ്റി മാറ്റി നിർത്താനുള്ള സാധ്യതകളുണ്ട്. അത് ചിലപ്പം നമ്മളുടെ പ്രെജുഡൈസസ് ആയിരിക്കാം, മുൻധാരണകളായിരിക്കാൻ മതി, അല്ലെങ്കിൽ നമ്മളുടെ എക്സ്പീരിയൻസസ്, നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ച ചില കാര്യങ്ങൾ നമ്മളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ നമുക്ക് മുൻവിധികളും മുൻധാരണകളും കൊണ്ടുതരുന്നുണ്ടാവും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ജോലിസ്ഥലത്ത് നമ്മൾ ചിലപ്പം ചെയ്യുന്നുണ്ടായിരിക്കാൻ മതി, ഇപ്പോൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും മതി. അപ്പോൾ അതെങ്ങനെയാണ് മാറുക? പിന്നെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാണ്ട് എക്സ്ക്ലൂഡ് ചെയ്യപ്പെടുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാൻ മതി. അപ്പോൾ അതിനെയൊക്കെ എങ്ങനെയാണ് തരണം ചെയ്യുക എന്നുള്ളതും അങ്ങനത്തെ അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. പല കാര്യങ്ങളും തരണം ചെയ്യുന്നതിൻ്റെ അല്ലെങ്കിൽ റിസോൾവ് ചെയ്യുന്നതിന് മുമ്പേ ഒരു പ്രോബ്ലം ഉണ്ട് എന്ന് അഡ്മിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. പല ആൾക്കാരും സൊല്യൂഷൻ കണ്ടെത്താത്തത്, അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ പറ്റാത്തതിന് കാരണം അങ്ങനെ ഒരു പ്രശ്നമില്ല എന്ന് വിചാരിക്കുന്നതുകൊണ്ടായിരിക്കാൻ മതി. അപ്പോൾ നമ്മൾക്ക് ചില കാര്യങ്ങൾ നമ്മളെ തന്നെ ഇൻട്രോസ്പെക്റ്റ് ചെയ്ത് നമ്മളെക്കുറിച്ച് തന്നെ, നമ്മൾ വർക്ക് ചെയ്യുന്നതിനെ കുറിച്ച് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി ഇത് സഹായിക്കും. അപ്പോൾ ആദ്യത്തേത് ഇൻക്ലൂഷൻ സേഫ്റ്റിയാണ്. അപ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, എനിക്ക് ഇപ്പോൾ ജോലി സ്ഥലത്താണോ, ഈ പുസ്തകം വായിക്കുമ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ചില സമയത്ത് എന്നെ ഉൾപ്പെടുത്താണ്ടിരുന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ചില ആൾക്കാരെ നമ്മളുടെ ഒരു ഗ്രൂപ്പിലേക്ക് ഉൾപ്പെടുത്താണ്ടിരുന്നിട്ടുണ്ടോ എന്നൊക്കെ ഞാൻ അങ്ങനെ ചിന്തിക്കുകയായിരുന്നു. എനിക്ക് അതിനുള്ള എക്സാമ്പിൾസ് കണ്ടെത്താൻ പറ്റിയെന്നുള്ളതാണ്. അറിഞ്ഞുകൊണ്ടായിരുന്നില്ല പലപ്പോഴും, അല്ലെങ്കിൽ ചിലപ്പം ചില കേസസിൽ ഇയാളെ നമ്മൾ മനഃപൂർവ്വമാണോ എക്സ്ക്ലൂഡ് ചെയ്യുന്നതെന്ന് അറിഞ്ഞിട്ട് പോലും എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ എനിക്ക് തോന്നിപ്പോയി. അപ്പോൾ ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ, ഇൻക്ലൂഷൻ സേഫ്റ്റി എന്നുള്ളത്. കാരണം ഒരാളെ ഞാൻ ഇതിൻ്റെ ഭാഗമാണ്, ഞാൻ ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്നു
എന്ന് തോന്നിയാൽ മാത്രമേ ഒരാളുടെ ബെസ്റ്റ്, അയാളിൽ നിന്ന് ഏറ്റവും നല്ല വർക്ക് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു കമ്പനിയുടെ ഒരു ഔദ്യോഗികമായിട്ടുള്ളൊരു സിറ്റുവേഷനിൽ ഒരു കമ്പനിക്ക് വേണ്ട എന്താ, അതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ അവരുടെ ഏറ്റവും ബെസ്റ്റ് കമ്പനിക്ക് കൊടുക്കുക എന്നുള്ളത്. കൊടുക്കാത്ത ആൾക്കാരുണ്ടായിരിക്കാൻ മതി, ഉഴപ്പന്മാരുണ്ടായിരിക്കാൻ മതി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അല്ലാതെ നമ്മളുടെ എൻവയൺമെൻറ്റ് മോശമായതുകൊണ്ട് ഒരാൾക്ക് അവരുടെ ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടാവരുത്. അപ്പോൾ ഒരു മാനേജർ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു എംപ്ലോയി എന്താ പറയുക, ഇപ്പം മാനേജർ ആയിരിക്കില്ല, ഡയറക്ടർ, പീപ്പിൾ മാനേജർ ആയിരിക്കില്ല, അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ തന്നെ എങ്ങനെയാണ് നമ്മൾക്ക് നമ്മളുടെ ചുറ്റുപുറത്തും നമ്മളുടെ ഒരു കമ്പനി കൾച്ചറിനെ ഇൻക്ലൂസീവ് ആക്കുക എന്നുള്ളത് വളരെ, ചിലപ്പോൾ ഭാഷയായിരിക്കാൻ മതി, ചിലപ്പം റേസ് ആയിരിക്കാൻ മതി. ഇപ്പം ഞങ്ങളൊക്കെ ഇൻക്ലൂഷൻ്റെ ട്രെയിനിങ് എടുക്കണം കമ്പനിയിൽ പീരിയോഡിക്കലായിട്ട്. ചിലപ്പം എനിക്കൊന്ന് എവറി 6 months ആയിട്ട് ഉണ്ടെന്ന് പറയും, മാൻഡേറ്ററി ട്രെയിനിങ് ആണ്. അപ്പം അതിൽ എങ്ങനെയാണ് ജെൻഡർ ബേസ്ഡ്, ബിലീഫ് ബേസ്ഡ്, ലാംഗ്വേജ്, റേസ് ബേസ്ഡ്, ഇങ്ങനെയൊക്കെയുള്ള പല ബേസിസിൽ നമ്മൾ അറിയാതെ ചെയ്യുന്ന ചില അകറ്റി നിർത്തലുകൾ എന്താണെന്ന് മനസ്സിലാക്കാനും അത് മാറ്റാനും, അങ്ങനെ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു സംഭവം നമ്മൾ കാണുകയാണെങ്കിൽ റിപ്പോർട്ട് ചെയ്യാനൊക്കെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ചൊക്കെ ആയിട്ടുള്ള HR ട്രെയിനിങ്സ് നമ്മൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതാണ് ഇൻക്ലൂഷൻ സേഫ്റ്റി. അത് ഇൻക്ലൂഷൻ സേഫ്റ്റി ഉണ്ട് വിചാരിക്കുക, ആൾക്കാരെ ഒറ്റപ്പെടുത്തുന്നില്ല, അതുകൊണ്ട് സേഫായോ, മാനസിക സുരക്ഷ കിട്ടിയോ എന്ന് നോക്കി കഴിഞ്ഞാൽ സെക്കൻഡ് സ്റ്റേജിലേക്ക് കിടക്കും. ആ സെക്കൻഡ് സ്റ്റേജാണ് ലേണേഴ്സ് സേഫ്റ്റി. അതായത് ഒരു പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സേഫ്റ്റി. എപ്പോഴാണ് നമ്മൾ പഠിക്കുക? നമ്മൾ പഠിക്കുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയില്ല എന്ന് സ്വയം ബോധ്യം വരുന്ന സമയത്താണ് നമ്മൾ പഠിക്കുക, അല്ലേ? എല്ലാം അറിയുന്ന ആളാണ് ഞാനെന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് പഠിക്കുമോ? പഠിക്കില്ല. അപ്പം എനിക്ക് ഒരു കാര്യം അറിയില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ളൊരു സേഫ്റ്റി വേണ്ടേ? ഞാൻ അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ആൾക്കാർ കളിയാക്കുകയാണെങ്കിൽ ഞാൻ അറിയില്ല. നമ്മുടെ സ്കൂളുകളിലൊക്കെ തന്നെ, അല്ലെങ്കിൽ ജോലി സ്ഥലങ്ങളിൽ, നമ്മളെ ചില ഗ്രൂപ്പുകളിലൊക്കെ തന്നെ നമുക്കൊരു കാര്യം അറിയില്ല എന്ന് പറഞ്ഞാൽ പുച്ഛാണ് അറിയാത്തത്. പക്ഷേ ഒരാൾ അറിയില്ല എന്ന് പറയുന്നത് അതൊരു ഭയങ്കര ആത്മാർത്ഥതയാണ്, ഓണസ്റ്റിയാണ്. എനിക്ക് അറിയില്ല എന്ന് പറയുന്നത്, എനിക്ക് പഠിക്കാൻ ഫസ്റ്റ് വേണ്ടത്, ഞാൻ പഠിക്കാൻ തയ്യാറാണെന്ന് പറയുന്നത് എനിക്ക് അറിയില്ല എന്ന് പറയാനാണ്. അത് ഭയങ്കര രസകരമായിട്ടുള്ളൊരു എനിക്ക് തോന്നുന്നു ഇറ്റ്സ് ഓഷോ കഥകളിലോ ബുദ്ധിസ്റ്റ് കഥകളിൽ ഒക്കെ ഉള്ളൊരു സാധനമാണ്. അത് ഒരാൾ അറിവ് വേണമെന്ന് പറഞ്ഞിട്ട് ആളുടെ അടുത്ത് പോവുക, ഒരു ഗുരുവിൻ്റെ അടുത്ത്. അപ്പോൾ അറിവ് വേണമെന്നൊക്കെ പറഞ്ഞ് പോകുന്ന സമയത്ത് ഇയാൾ പറയും ചായ കുടിക്കുന്നതായിരിക്കും. ഇയാൾ ആയിക്കോട്ടെ ചായ കുടിക്കാമെന്നാണ്. അപ്പോൾ ഇങ്ങനെ ഗ്ലാസ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ഇയാൾ ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ ചായ കുടിക്കാൻ തുടങ്ങി. ഗ്ലാസ് ഇങ്ങനെ ഫില്ലായി ഒഴിച്ച് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇയാൾ ചോദിച്ചു, ഇല്ല ഗുരു, ഇതിങ്ങനെ തുളുമ്പുന്നുണ്ടല്ലോ, ഇതിൽ നിറഞ്ഞു പോയല്ലോ എന്നൊക്കെ. ഇതാണ് എൻ്റെ മനസ്സ്, ഈ ഗ്ലാസ് മാതിരിയാണ്, ഫുള്ളാണ് ഓരോ ചിന്തകൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട്. അതിൻ്റെ ഉള്ളിലേക്ക് പുതുതായിട്ടൊന്നും പഠിപ്പിക്കാൻ എനിക്കില്ല എന്നുള്ളത്. അപ്പോൾ നമ്മൾ പല ചിന്തകളും, ഇപ്പോൾ നമ്മളൊക്കെ ജീവിതത്തിൽ മനസ്സിലാക്കുന്ന സാധനം എന്താ വെച്ചാൽ, നമുക്ക് ചില ചിന്തകൾ ഉണ്ടായിരുന്നു, ചില പ്രെജുഡൈസസ് ഉണ്ടായിരുന്നു, ഇതാണ് ശരി എന്ന് തോന്നിയിരുന്ന ചില കാര്യങ്ങളുണ്ട്. ഇതിനൊക്കെ അനുഭവങ്ങളിൽ നിന്നും ചിലപ്പോൾ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും മതി. ചിലപ്പോൾ പുതിയ കാര്യങ്ങൾ പഠിക്കുകയല്ല, നമുക്ക് അറിയുമെന്ന് നമുക്ക് സ്വയം തോന്നുന്ന ചില കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുക എന്നുള്ളതും കൂടിയാണ് നമുക്ക് ആവശ്യമുള്ളത്. സോ ആ ലേണർ സേഫ്റ്റി, അങ്ങനെ ആൾക്കാർക്ക്, ഏതൊരു വ്യക്തിക്കും നമ്മളുടെ കമ്പനിയിലോ നമ്മളുടെ ഗ്രൂപ്പിലോ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംവിധാനമുണ്ടോ, അതിന് വേണ്ടിയിട്ടുള്ളൊരു സാഹചര്യമുണ്ടോ എന്ന് അന്വേഷിക്കുന്നത്. ചിലപ്പം ചില ആൾക്കാർക്ക്, ഇത് ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളത് പലപ്പോഴും ഹയ്യറപ്പായിട്ട് സീനിയർ ലെവലിലുള്ള ആൾക്കാരിലാണ് ഈ ലേണർ സേഫ്റ്റി ഇല്ലാത്തത് കാണും. നമ്മൾ വിചാരിക്കും ഈ സുരക്ഷ എന്ന് പറയുമ്പോൾ എപ്പോഴും സീനിയർ ലെവലല്ല, ജൂനിയർ ലെവലിലാണ്. അപ്പോൾ ഈ സീനിയർ ലെവലിലാവുന്ന സമയത്ത് ഒരു പൊതുധാരണ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കെല്ലാം അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. അപ്പം എല്ലാവരും പേരും വിവരം ഉണ്ടാവണമെന്നുള്ളതാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കേട്ടിട്ടുണ്ട്, അറിയാമെന്നാണ്. എന്ത്? പക്ഷെ അത് അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജൂനിയർ ആയിട്ടുള്ള ഒരാൾക്ക് എന്ത് തോന്നും എന്നുള്ള ചില ചിന്തകളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ചില വിഘട ചിന്തകൾ ആൾക്കാർക്ക് ഉണ്ടാവും. അപ്പം അതിൽ നിന്ന് മാറിയിട്ട് ആർക്കും ഏത് ലെവലിലും ഒരു കാര്യം അറിയില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സേഫ്റ്റി, ആ ഒരു ഓണസ്റ്റി ക്രിയേറ്റ് ചെയ്യുക, അങ്ങനെ കൾച്ചർ ക്രിയേറ്റ് ചെയ്യാം. സീനിയർ ആൾക്കാരിൽ നിന്നും മാത്രമല്ല ജൂനിയറിലേക്ക് വിവരം ഒഴുകുക, ജൂനിയറിൽ നിന്ന് സീനിയറിലേക്കും കാര്യങ്ങൾ പഠിക്കാനും ഒക്കെ ഉണ്ട് സംഭവം. അപ്പോഴാണ്
മൂന്നാമത്തെ സ്റ്റേജിലേക്ക് കിടക്കുന്നത്. മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് സ്റ്റേജാണ്, കോൺട്രിബ്യൂട്ടർ സേഫ്റ്റി. എന്താണ് കോൺട്രിബ്യൂഷൻ? നമ്മൾ എന്തെങ്കിലും ഒരു സാധനത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുക, നമ്മളുടെ ഭാഗമായിട്ട് എന്തെങ്കിലും സാധനങ്ങൾ ചെയ്യുക. ഇത് പലപ്പോഴും ചിലപ്പം ഒരു ഡിസ്കഷൻ നടക്കുകയായിരിക്കാം. ആ ഡിസ്കഷനിൽ നമുക്ക് ചിലപ്പോൾ ഒരു നല്ലൊരു ഐഡിയ ഉണ്ടാവും, അല്ലെങ്കിൽ ആ ഐഡിയ നമുക്ക് ഷെയർ ചെയ്യണമെന്നുണ്ട്, പക്ഷെ നമ്മൾ ഷെയർ ചെയ്യില്ല, പേടി. അത് പല രീതിയിലുണ്ടായിരിക്കാൻ മതി കേട്ടോ. ഒരു സ്കൂളിൽ ക്ലാസ്സിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് എനിക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് കുറേ പ്രാവശ്യം. അതായത് ചോദ്യം ചോദിക്കും ടീച്ചർ, അല്ലെങ്കിൽ പൊതുവേദികളിലുണ്ട് ചോദ്യം ചോദിക്കും, ഉത്തരം എനിക്ക് അറിയുന്നുണ്ടാവും, എനിക്ക് പറയണമെന്നൊക്കെ ഉണ്ടാവും, പക്ഷേ തെറ്റിയാലോ എന്നുള്ളൊരു പേടി കാരണം ഞാൻ എണീച്ചേക്കൂല. പിന്നെ ഉണ്ടാവും ഏതെങ്കിലും ഒരുത്തൻ എണീച്ചിട്ടുണ്ടാവും ചോദ്യം ഉത്തരം പറയുന്നത്, അതെല്ലാവരും കൈയടിക്കും, ആ ഭയങ്കരണം. അപ്പോൾ അത് ആ കയ്യടി എനിക്ക് അവകാശപ്പെട്ടതല്ലേ എന്നുള്ളൊരു തോന്നലൊക്കെ ചില സമയത്തുണ്ടാവും. അപ്പോൾ എന്താണ് നമ്മളെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിൽ നമുക്കൊരു സുരക്ഷ തോന്നാത്തത്? ആൾക്കാർ കളിയാക്കുന്നുള്ളതായിരിക്കാൻ മതി, തെറ്റുപറ്റി എന്നുള്ളതായിരിക്കും മതി, തെറ്റ് പറ്റിയാൽ പണിഷ് ചെയ്യപ്പെടും എന്നുള്ളത് അതായിരിക്കാൻ മതി പേടി. അങ്ങനെ പല പേടികളും നമ്മളുടെ ഉള്ളിലുണ്ടായിരിക്കാൻ മതി. അത് നമ്മളുടെ സേഫ്റ്റിയെ ബാധിക്കുന്നുണ്ടാവും. നമുക്ക് സമൂഹത്തിലുള്ള എല്ലാവർക്കും സൈക്കോളജിക്കൽ സേഫ്റ്റി ഉണ്ടാക്കി കൊടുക്കാൻ ചിലപ്പോൾ പറ്റിയെന്നിരിക്കില്ല, പക്ഷെ നമ്മൾ ജോലി സ്ഥലത്ത്, നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ആൾക്കാർക്ക് വി ക്യാൻ വർക്ക് ടുവേർഡ്സ് ക്രിയേറ്റിംഗ് എ സൈക്കോളജിക്കൽ സേഫ്റ്റി ഓഫ് കോൺട്രിബ്യൂട്ടർ സേഫ്റ്റി. അതായത് നമ്മൾ ആൾക്കാരോട് സജഷൻസ് ചോദിക്കുക. ഇപ്പോൾ ഞാനൊരു ഡോക്യുമെൻ്റ് എഴുതുക വിചാരിക്കാം. ആ ഡോക്യുമെൻ്റ് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്കിതിന് ഏറ്റവും വിവരമുള്ള ആണെന്നുള്ള ഒരു ആൾക്കാർക്കും എനിക്കൊക്കെ ധാരണ, പക്ഷേ അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഒരാൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്താലും കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഞാൻ അടുത്ത സ്റ്റേജിലാണ് ആ കഥ കൂടുതൽ യൂസ്ഫുൾ ആവുക. പക്ഷേ എനിവേ യു വിൽ ഫൈൻഡ് മെനി അനെക്ഡോട്ട്സ് വെയർ യു വുഡ് ഹവ് സീൻ ദാറ്റ്. നാലാമത്തെ സ്റ്റേജ്, ഫൈനൽ സ്റ്റേജ്, ചാലഞ്ചർ സേഫ്റ്റിയാണ്. അതായത് വ്യവസ്ഥാപിതമായ ഒരു സംഭവത്തിനെ, ഒരു പ്രോസസ്സിനെ, ഒരു കാര്യത്തിനെ നമ്മൾ ചാലഞ്ച് ചെയ്യണം. ഇതിനെ നമുക്കൊന്ന് മാറ്റിപ്പണിതൂടെ, ഇത് ചെയ്യുന്നത് ശരിയാണോ എന്നുള്ളത്. അത് ചിലപ്പോൾ ചില ആൾക്കാർക്കൊക്കെ ഭയങ്കര പേടിയാണ്. ഞാനിത് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ധൈര്യം ഉണ്ടെന്നുള്ളതല്ല കേട്ടോ. നമ്മൾ ചില എൻവയൺമെൻറ്റിൽ ചില കാര്യങ്ങൾ പറയാൻ നമ്മൾ മടിക്കും. കാരണം നമ്മളിങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒബ്സർവ് ചെയ്യും എങ്ങനെയാണ് കാര്യങ്ങളുടെ ഒക്കെ ഇത് എന്നുള്ളത്. അപ്പോൾ നോക്കും മനസ്സിലാവും ഇന്നെ കുറച്ച് ആൾക്കാർ അവരോട് ആരെങ്കിലുമൊക്കെ ഒന്ന് ചാലഞ്ച് ചെയ്തിട്ട് എന്തെങ്കിലും പറയുന്ന സമയത്ത് അത് ബാക്ക് ഫയർ ചെയ്യുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളൊന്നും മിണ്ടില്ല. അപ്പം അങ്ങനെ ഒരു മോശമായി നടക്കുന്നൊരു പ്രോസസ്സിനെ നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ആൾക്കാർ ചെയ്തില്ലെങ്കിൽ അതിൻ്റെ ദോഷമാർക്കാ? കമ്പനിക്കും ആ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും അതിൻ്റെ ഇൻവെസ്റ്റേഴ്സിനും ആ കമ്പനീൻ്റെ മുതലാളിക്കൊക്കെ തന്നെയാണ്, അതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ തന്നെയാണ്. അപ്പം ചില മാനേജേഴ്സ്, ചില ആൾക്കാർ അങ്ങനത്തെ എൻവയൺമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യും, ചാലഞ്ച് ചെയ്യാൻ പാടില്ല എന്ന്. ഞാൻ ആക്ച്വലി ഒരു ഇൻട്രസ്റ്റിംഗ് ഇത് എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഒരു ചെറിയൊരു പ്രോസസ്സിൽ ചെറിയൊരു മാറ്റം വരുത്തി. അപ്പോൾ അത് ചെയ്ത് ശരിയായില്ല. ഞാനത് കുറച്ചും കൂടെ പ്രിപ്പയർ ചെയ്യേണ്ടിയിരുന്നു. അതൊരു സത്യമാണ്. നമ്മൾ ഒരു കാര്യം ചെയ്യാൻ നോക്കി കൊളായി എന്നുള്ളതാണ് അതിൻ്റെ സത്യാവസ്ഥ. അപ്പോൾ അതിന് അടുത്ത പ്രാവശ്യം അത് ചെയ്യേണ്ട എന്നുള്ള ഒരു ഒപ്പീനിയൻ വന്നു. പക്ഷെ അപ്പോഴത്തേക്ക് ഞാൻ കാര്യം എൻ്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലായി. എനിക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ബിലീഫാണ് ഞാൻ ചെയ്ത ആ പ്രോസസ്സ് തന്നെയാണ് ശരി, ഞാനതിന് പ്രിപ്പയർ ആയിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. അത് ആ പ്രോസസ്സിൻ്റെ കുഴപ്പമല്ല, എൻ്റെ കുഴപ്പമാണെന്നുള്ളത് എനിക്കൊരു ധാരണ ഉണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം കൊണ്ട് എനിക്കത് ട്രൈ ചെയ്യണം തോന്നി. അതെനിക്ക് പറയാൻ നോക്കുമ്പം എന്നെ കട്ട് ഷോർട്ട് ചെയ്തു ഒരാൾ, എന്നെക്കാട്ടൊക്കെ സീനിയർ റാങ്കുള്ള ഒരാൾ. കുറച്ച് കഴിഞ്ഞപ്പം അപ്പോൾ ഞങ്ങൾ സൈക്കോളജിക്കൽ സേഫ്റ്റിനെ പറ്റിയൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ നേരെ പറഞ്ഞു, ഇത് ഇങ്ങനെയാണ് ഞാൻ പറയുന്നത് നിങ്ങൾ എതിർത്ത് പറയുകയാണെങ്കിൽ എനിക്ക് പിന്നൊന്നും പറയാനില്ല. ഐ മീൻ ഐ എം നോട്ട് സൈക്കോളജിക്കലി സേഫ് ടു ചാലഞ്ച് സംതിങ് ഓർ സേ ദാറ്റ് വി ഹാവ് ടു മേക്ക് എ ചേഞ്ച്. അപ്പം അദ്ദേഹം മിണ്ടാണ്ടിയായി. പക്ഷെ പിന്നെ ഞാൻ അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞു കൊടുത്തപ്പോൾ പറഞ്ഞു, അത് ശരിയാണ്, അപ്പം ഇന്ന കാര്യങ്ങളും കൂടെ അടുത്ത പ്രാവശ്യം ചെയ്യണം, എന്നാലേ അത് മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, പ്രോസീഡ് ചെയ്യും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എളുപ്പമല്ല എന്നുള്ളതാണ്. കാരണം എല്ലാവർക്കും ചാലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു അവസരം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മുന്നോട്ട് നീങ്ങില്ലേ എന്നുള്ളൊരു പേടി ലീഡേഴ്സിൻ്റെ അടുത്ത് ഉണ്ടായിരിക്കാൻ മതി. അതേപോലെ തന്നെ എല്ലാം ചാലഞ്ച് ചെയ്യുന്ന കേസസും ചില സമയത്ത് പ്രശ്നം ഉണ്ടായിരിക്കാം. പക്ഷേ എങ്ങനെയാണ് നമ്മളൊരു ഹൗ ഡു വി ക്രിയേറ്റ് ദാറ്റ് കൈൻഡ് ഓഫ് എ ബാലൻസ് ഇൻ വിച്ച് ചാലഞ്ചിങ് ക്യാൻ ഹാപ്പൻ എന്നുള്ളൊരു ചോദ്യമാണ്. ഞാൻ പറയാൻ ഉദ്ദേശിച്ച കഥ, ഞാൻ കഴിഞ്ഞ ദിവസം റാഡിക്കൽ കാൻഡർ എന്ന് പറഞ്ഞ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൽ അവർ പറയുന്നൊരു സംഭവമുണ്ട്.
ഗൂഗിളിൻ്റെ ഫൗണ്ടർ സേർജിയാണോ ലാരിയാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, എനിവേ ഫൗണ്ടർ. അപ്പോൾ അയാൾ എന്തോ ഒരു മാർക്കറ്റിങ്ങിൽ എന്തോ ഒരു സംഭവം അയാളുടെ ഒരു ഐഡിയ ഉണ്ട്. അപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നൊരു കക്ഷി അതിന് ഭയങ്കര എതിരാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാളിത് എതിർത്ത് പറഞ്ഞിട്ടൊന്നും മറ്റാൾ അനങ്ങുന്നില്ല. ഫൗണ്ടറല്ലേ, ഗൂഗിൾ തുടങ്ങിയ കക്ഷിയല്ലോ. ഇയാൾ കണ്ട് ദേഷ്യം വന്ന് ചൂടായി ഇയാൾ ഭയങ്കരമായിട്ട് ഒച്ച വെച്ചു. അപ്പം ഇവർ പുസ്തകം എഴുതുന്നവർ പറയുന്നുണ്ട് അവർ തൊട്ടടുത്തുണ്ട്. അപ്പോൾ അവർ വിചാരിച്ചിട്ട് എന്തിനാണ് ഇങ്ങനെ ഒച്ച വിടുന്ന, ജോലി പോവുക. അയാൾ നല്ലൊരാളാണ്, നല്ല കഴിവുള്ള ഒരാളാണ് മാർക്കറ്റിങ്ങിൽ. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ കുറേ ചീത്തയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഗൂഗിളിൻ്റെ ഫൗണ്ടർ ചിരിക്കാൻ തുടങ്ങി. അയാൾ പറഞ്ഞു എന്നാൽ ശരി അതന്നെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പം അത് എന്താന്ന് പറഞ്ഞാൽ ഒരു എൻവയൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അതായത് അത്രയും കൺവിൻസ്ഡ് ആയിട്ട് ഒരു കാര്യം ചെയ്യണം, ഒരു കാര്യം ചെയ്യുന്നത് ശരിയല്ല, അല്ലെങ്കിൽ പുതിയ രീതിയിൽ ചെയ്യണം, മാറ്റം വരുത്തണം എന്നൊക്കെ ചാലഞ്ച് ചെയ്യുന്ന സമയത്ത് അത്രയും കൺവിൻസ്ഡ് ആണെങ്കിൽ ദേ വിൽ ഫൈറ്റ് ഫോർ ഇറ്റ് എന്നുള്ളതാണ്. പ്രോബബ്ലി അങ്ങനെ ഫൈറ്റ് ചെയ്യാതെ നല്ല ഐഡിയാസ് പുറത്ത് പറയാതെ കമ്പനിക്ക് നഷ്ടങ്ങൾ വരുത്തിയ ആൾക്കാരും ഉണ്ടായിരിക്കാൻ മതി. പലപ്പോഴും കമ്പനി മാർക്കറ്റിൽ വളരെ ഒരു കോമ്പറ്റേറ്റീവ് എഡ്ജ് കിട്ടാൻ വേണ്ടിയിട്ട് പലപ്പോഴും കമ്പനി പുതിയ രീതിയിൽ ചിന്തിക്കേണ്ടി വരും. ഇതിൻ്റെ ഡബിൾ എഡ്ജ് സോഡാണെന്നുള്ള എനിക്ക് ഇടയ്ക്ക് തോന്നിയിട്ടുണ്ട്. നമ്മളൊരു പുതിയ കമ്പനിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഒരു പ്രസൻസ് അറിയിക്കണം എന്നുള്ളത് കൊണ്ട് ചില ആൾക്കാർ ചെയ്ത് കുടുങ്ങിപ്പോകുന്നത് ചില കാര്യങ്ങളുണ്ട്. അതായത് അനാവശ്യമായിട്ട് എല്ലാ കാര്യത്തിലും ഇതെന്തിനും അങ്ങനെ മാറ്റിയാൽ അങ്ങനെ ആയിക്കൂടെ അങ്ങനെ ആയിക്കൂടെ എന്നൊക്കെ പറഞ്ഞ് അവസാനം ആൾക്കാർ ചങ്ങാതിനെ കൂടെ ഭയങ്കര പ്രശ്നമാണല്ലോ, എന്ത് നോക്കിയാലും ഇങ്ങനെ അതിലും കുറ്റം അങ്ങനെയുള്ളൊരു പ്രശ്നമുണ്ട്. ഞാനൊരു മീറ്റിങ്ങിൽ ഇതേ സംഭവം ഉണ്ടായി. ഞാൻ ഒരു റെട്രോസ്പെക്റ്റീവ് പ്രോസസ്സ് പുതിയൊരു ടീമിന് വേണ്ടി ചെയ്യണം. ചെയ്തുകൊടുക്കുമ്പോൾ ഫുൾ ടൈം ചോദ്യങ്ങളുള്ളൊരു കക്ഷിയുണ്ട്. ഇവരിങ്ങനെ മിണ്ടാടക്കുമ്പോൾ തന്നെ അറിയാം ഒരു ചോദ്യം വരാൻ പോകുക എന്നുള്ളത്. അപ്പോൾ ഞാൻ അങ്ങനെ ഇരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു നമ്മളെന്തിനാണ് അത് ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് അതെന്താ അങ്ങനെ ചോദിക്കാൻ കാരണം ഇതുകൊണ്ട് വല്ല കാര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഇങ്ങനെ ഞാൻ ഇപ്പോൾ പറയുന്ന മാതിരിയല്ല കേട്ടോ, നല്ല രീതിയിലാണ് പറയുന്നത്. ഞാൻ ചിലപ്പോൾ പറയുന്ന സമയത്ത് കുറച്ച് ഭാവുകാത്മകത ഒക്കെ കൊണ്ടുവരും, അതല്ല. അപ്പം ഞങ്ങളോട് പറഞ്ഞു അല്ല എങ്ങനെയാണ് മുമ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ചെയ്തിട്ടൊന്നുമില്ല പറഞ്ഞു. അതേപോലെ മുമ്പ് ചെയ്യാത്തൊരു സാധനം എന്തിനാ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നത്. ഒരു പ്രാവശ്യം നമ്മൾ ചെയ്യുക, ഒരു പ്രോസസ്സ് പറഞ്ഞ പോലെ നമ്മൾ ചെയ്തു നോക്കുക, എന്നിട്ട് അതിൽ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ മാറ്റാം. അപ്പം അയാളുടെ പല ചോദ്യങ്ങളും റെലവൻ്റ് ആണ്. പക്ഷേ ചില സമയത്ത് എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ സമൂഹത്തിനെ ചാലഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതും കൂടെ നമ്മൾ മനസ്സിൽ വെക്കണം. അതായത് ഇത് കണ്ടിട്ട് നേരെ അജൈൽ മലയാളിയിൽ പറഞ്ഞിട്ടുണ്ട് ചാലഞ്ച് ചെയ്തോളാം, ഉള്ളിടത്തൊക്കെ പോയി ചാലഞ്ച് ചെയ്തിട്ട് കുടുങ്ങി പോകരുതെന്നുള്ളതാണ്. യു നോ വാട്ട് ഐ മീൻ. സോ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ അസ് ടു നോ വെയർ ടു ചാലഞ്ച്, എങ്ങനെയാണ് അതിൻ്റെ സംഭവം. അല്ലെങ്കിൽ ഒരു 1-on-1 മേ ബി ദാറ്റ് കൈൻഡ് ഓഫ് എ റിലേഷൻഷിപ്പ്, ഒരു വർക്കിംഗ് എഗ്രിമെൻറ്റ് ബോസായിട്ടും മറ്റുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ ബിൽഡ് ചെയ്യുക. അതായത് ഒരു ബിലീഫുണ്ട്. ചാലഞ്ച് ചെയ്യുന്ന ആൾക്കാരൊക്കെ എന്തോ സാധനം മാറ്റാൻ ശ്രമിക്കല്ല, ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കാം മതി. ഞാൻ റീസെൻ്റ്ലി ഐ അറ്റൻഡ് എ ക്ലാസ് വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ. അപ്പോൾ നമ്മുടെ പ്രോസസ്സുകളിലൊക്കെ ഉള്ള വേസ്റ്റ് അതുകൊണ്ട് ഞാൻ ട്രെയിനിങ് നടത്തി അവരെ കണ്ടു ഈവനിങ് ഒരു ഈവൻറ്റിന്. അപ്പോൾ ഞാൻ അവരെ കണ്ട് ഞാൻ പറഞ്ഞു നിങ്ങളെ ആ ഈവൻ്റ് അറ്റൻഡ് ചെയ്തപ്പോഴാണ് നമ്മൾ ചിലപ്പോൾ പ്രോസസ്സിനൊക്കെ ചില ചേഞ്ചുകൾ കൊണ്ടുവരുന്നത് അതൊരു ടൈം ലാഭിക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ പലപ്പോഴും ആലോചിക്കുന്നില്ല എന്നുള്ളത്. എത്ര സമയം ലാഭിച്ചു, എത്ര പേർക്ക് ലാഭിച്ചു, കമ്പനിക്ക് എത്ര സമയം ലാഭിച്ചു, ഇത്ര കാര്യം നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്യാത്തത് കൊണ്ട് പലപ്പോഴും ചില പ്രോസസ്സിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ്സും ഇന്നൊവേഷനും ക്ലിയറായിട്ട് ആ മെസ്സേജ് ചെയ്യാൻ പറ്റാതെ പോകുന്നുണ്ട് എന്നുള്ളത്, വിച്ച് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. നമ്മൾക്ക് ജീവിതത്തിൽ ചെറിയ 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 കാര്യങ്ങളായിരിക്കാൻ മതി നമ്മളെ ഔദ്യോഗിക ജീവിതത്തിലോ പേഴ്സണൽ ജീവിതത്തിലോ നമ്മൾ ചെയ്യുന്നൊരു സംഭവം. ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നൊരു സംഭവം തന്നെ ഞാനിത് കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയത്. അതായത് എവിടെ ക്യാമറ വയ്ക്കണം, അല്ല എവിടെ ലൈറ്റ് വയ്ക്കണം, പിന്നെ അതേമാതിരി എവിടുന്ന് വീഡിയോ ചെയ്യണം, എന്ത് മൈക്ക് ഉപയോഗിക്കണം, ഇതൊക്കെ ഒരു ട്രയൽ ആൻഡ് എറർ വഴിയാണ്, എഡിറ്റ് ചെയ്യാണ്ടാണ് ഞാൻ എൻ്റെ വീഡിയോസൊക്കെ പബ്ലിഷ് ചെയ്യാറ്. കാരണം എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയം വേസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ചില സമയത്ത് ആൾക്കാർ ചോദിക്കുക നിങ്ങൾ വീഡിയോ ഭയങ്കര ലോങ് ആണല്ലോ എന്നുള്ളത്. അത്ര സമയമുള്ള ആൾക്കാർ കണ്ടാൽ മതി. ഇത്ര തിരക്കുള്ള ആൾക്കാർ ഈ വീഡിയോ കണ്ടിട്ട് വെറുതെ ജീവിതത്തിൽ സമയം കളയേണ്ടാവരുത്. അതാണ് എൻ്റെ ഒരു തോട്ട് പ്രോസസ്സ്. ഞാൻ കുറേ സമയമെടുത്ത് ഇതിനെ ഇപ്പോൾ 19 മിനിറ്റായി, ഇതിനെ കുറച്ച് കാച്ചി കുറുക്കി ഇതിനെ ഒരു 12 മിനിറ്റ് ആക്കാൻ എനിക്ക് പറ്റും. എന്തിനാണ് ഞാൻ എത്ര സമയം ചിലവാക്കുന്നത്?
എൻ്റെ സമയമല്ലേ. അപ്പോൾ ആൾക്കാർക്ക് ഇത് വാല്യുബിൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളിത് വീഡിയോയിൽ കേൾക്കണ്ട, കാണണ്ട, ഓഡിയോയിൽ കേട്ടാൽ മതി, കഴിക്കണം എന്നുണ്ടെങ്കിൽ കേട്ടോ സമയം. അപ്പോൾ ഇതൊക്കെ ഞാനിപ്പോൾ ഇന്നലെ ഐ സോ എ വീഡിയോ ഓഫ് അബൌട്ട് 1.5 hours, 1.5 മണിക്കൂർ ഒരു വീഡിയോ ഞാൻ ഇരുന്ന് കണ്ടു. കാരണം അതിലുള്ള വാല്യൂ എനിക്ക് ഗുണകരമാണ് എന്ന് തോന്നുന്നുണ്ട്. സോ ഐ തിങ്ക് ചാലഞ്ച് ചെയ്യുക. അപ്പോൾ 4 സ്റ്റേജസ് ആണ് പറഞ്ഞു വന്നത്. അപ്പോൾ ആൾക്കാർ പറയേണ്ടത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് റീക്യാപ്പ് ചെയ്യണം എന്നുള്ളത്. ഇൻക്ലൂഷൻ, സേഫ്റ്റി, ആൾക്കാരെ ഉൾപ്പെടുത്തുക, നമ്മൾ ഉൾപ്പെടുത്താതിരിക്കപ്പെടുന്നുണ്ടോ, നമ്മൾ ആൾക്കാരെ ഉൾപ്പെടുത്താതിരിക്കുന്നുണ്ടോ എന്നുള്ള ഒരു അന്വേഷണം. ഇൻക്ലൂഷൻ, സേഫ്റ്റി, ലേണർ സേഫ്റ്റി, പഠിക്കാൻ വേണ്ടിയിട്ടുള്ള സുരക്ഷ ഉണ്ട്. നമുക്കൊരു കാര്യം അറിയില്ല എന്ന് പറഞ്ഞിട്ട് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സേഫ്റ്റി നമുക്കുണ്ടോ എന്നുള്ളത്. പിന്നെ കോൺട്രിബ്യൂട്ടർ സേഫ്റ്റി, എന്തെങ്കിലും ഒരു ചർച്ച നടക്കുമ്പോൾ എന്തെങ്കിലും ഒരു പ്രോസസ്സിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ, എന്തെങ്കിലും പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ, ആ സേഫ്റ്റി, കോൺട്രിബ്യൂട്ടർ സേഫ്റ്റി നമുക്കുണ്ടോ. അതേമാതിരി ചാലഞ്ചർ സേഫ്റ്റി. എക്സിസ്റ്റിംഗ് പ്രോസസ്സ് മോശമാണ് നമുക്ക് തോന്നുന്നുണ്ട്, ഇത് ചെയ്യുന്നത് ശരിയല്ല, അവിടെ സമയം കൂടുതൽ നഷ്ടമാവുന്നുണ്ട്, ഇവിടെ വേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള, അതിനൊരു പുതിയ ബദലായിട്ടുള്ളൊരു കാര്യം മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അതിന് നമുക്ക് സുരക്ഷ ഉണ്ടോ, ആ എൻവയൺമെൻറ്റ് തരുന്നുണ്ടെന്നുള്ളത്. ഈ ചർച്ചകളിലൂടെ നമ്മൾ പോകുമ്പോൾ ഇങ്ങനത്തെ സേഫ് എൻവയൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ സഹായിക്കാത്ത ആൾക്കാരെ നമ്മൾ കമ്പനിയിൽ കണ്ടെത്താൻ പറ്റും. അതായത് ഒരിക്കലും ചാലഞ്ചർ സേഫ്റ്റി തരില്ല, കോൺട്രിബ്യൂട്ടർ സേഫ്റ്റി തരില്ല, ലേണിംഗ് സേഫ്റ്റി തരില്ല. അതായത് എന്തെങ്കിലും ഒരാൾ അറിയില്ല എന്ന് പറഞ്ഞാൽ അപ്പം അയാളെ പുച്ഛിച്ച് മാറ്റി നിർത്തുന്ന കൂട്ടത്തിൽ. പിന്നെ പല പ്രെജുഡൈസസ്, മുൻവിധികൾ കാരണം ആൾക്കാരെ അകറ്റി നിർത്തുന്ന ടൈപ്പ്. ഇതൊക്കെ ആൾക്കാരെ നമ്മൾ കാണാം നമ്മളുടെയൊക്കെ ഔദ്യോഗിക സ്ഥലങ്ങൾ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കമ്പനിയിൽ ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും ഗുണകരമായിട്ടുള്ള സാധനം ഇങ്ങനത്തെ ആൾക്കാരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ആൾക്കാരെ വേണമെങ്കിൽ കമ്പനിയിൽ നിന്ന് പുറത്താക്കാനും പറ്റും. കാരണം കമ്പനിക്കും അവർ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ദോഷമുണ്ടാക്കുന്ന ആൾക്കാരാണ് സേഫ് എൻവയൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ സമ്മതിക്കാതെ അതിന് എല്ലാത്തിനും തുരങ്കം വെച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. അപ്പം എനിവേ, ഇന്നത്തെ പുസ്തകം അതാണ്. നിങ്ങൾ ചാനൽ ഇത്ര നേരം കേട്ടിരുന്നു, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഐ വുഡ് അപ്രീഷിയേറ്റ് ഇഫ് യു ക്യാൻ സബ്സ്ക്രൈബ്. പോഡ്കാസ്റ്റ് ആയിട്ടോ വീഡിയോ ആയിട്ടോ നിങ്ങൾക്ക് കേൾക്കാം. ആൻഡ് ഐ വിൽ സീ യു ഓൾ നെക്സ്റ്റ് ടൈം. എന്തെങ്കിലും ടോപ്പിക്കുകൾ, എന്തെങ്കിലും കാര്യങ്ങളെ പറ്റിയിട്ട് അറിയണം, ഔദ്യോഗികമായി ബന്ധപ്പെട്ടുള്ള സാധനമാണ് കേട്ടോ, ഈ മോട്ടിവേഷൻ സാധനങ്ങളല്ല. അത് ധാരാളം ആൾക്കാർ ചെയ്യുന്നുണ്ട്. ഔദ്യോഗികമായിട്ടുള്ള ഇങ്ങനത്തെ പുസ്തകങ്ങളെ പറ്റി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഐ ഡെഫിനറ്റ്ലി. ചില പുസ്തകങ്ങളുടെ ഇവിടെ സജഷൻ വന്നിട്ടുണ്ട്, ചിലത് ഞാൻ വായിച്ചിട്ടുണ്ട്, ഞാൻ അതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല ഇതുവരെ. ബട്ട് മേ ബി കാരണം പുസ്തകങ്ങളെപ്പറ്റി പറയുക എന്നുള്ള അല്ലാണ്ട് പുസ്തകങ്ങളിലൂടെ നമുക്ക് ചില അനുഭവങ്ങളും ചില കാര്യങ്ങളും കൂടെ പറയാനുണ്ടെങ്കിൽ മാത്രമേ അതിനൊരു സുഖം കിട്ടുള്ളൂ. അപ്പോൾ ഐ സീ യു ഓൾ നെക്സ്റ്റ് ടൈം. എന്നാൽ പിന്നെ അങ്ങനെയാക്കാം.